മുരളീധരന്റെ പരാജയത്തിൽ തൃശൂർ DCCയിൽ രാജി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF ചെയർമാനും രാജിക്കത്ത് കൈമാറി. KPCCക്ക് രാജിക്കത്ത് നൽകിയത് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തോടെ പാർട്ടി ഓഫീസിൽ നടന്ന കയ്യാങ്കളിയിലെടുത്ത DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറയെ സസ്പെൻഡ് ചെയ്തേക്കുമെന്നും സൂചനകൾ പുറത്തുവരുന്നു. ലെവിൻ കെ വിജയനുണ്ട് വിവരങ്ങളുമായിട്ട്. ലെവിൻ, പാർട്ടി ഓഫീസിൽ നടന്ന കയ്യാങ്കളിയിലെടുത്ത നടപടികൾ അത് വലിയ രീതിയിൽ ശക്തമായ നടപടിയിലേക്ക് പോകുന്നു. ഇവരുടെ രാജി ഔദ്യോഗികമായി സ്വീകരിച്ചു കഴിഞ്ഞോ? വിവരങ്ങൾ. സേതു, രാജി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഏറ്റവും നമുക്ക് ലഭ്യമായ വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം തൃശൂർ DCCയിലെ കയ്യാങ്കളിക്കും മുരളീധരന്റെ പരാജയത്തിനും പിന്നാലെ UDF ചെയർമാൻ MP വിൻസെന്റും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജോസ് വള്ളൂരും ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് KPCC പ്രസിഡന്റിന് രാജി കൈമാറി എന്നുള്ളതാണ്. ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും നടന്നിട്ടില്ലെങ്കിലും രാജി കത്ത് KPCC നേതൃത്വത്തിന് കൈമാറി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത്. ഇന്നിപ്പോൾ DCC ഓഫീസിൽ നേരിട്ടെത്തി മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഔദ്യോഗികമായി രാജിപ്രഖ്യാപനം നടത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. DCC പ്രസിഡന്റുമായി നമ്മൾ പല ഘട്ടങ്ങളിലായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യാൻ തയ്യാറായില്ല. ഇന്ന് രാവിലെ DCCയിൽ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രസിഡന്റുമാരെയും മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരെയുമാണ് അടിയന്തര യോഗത്തിനായി വിളിച്ചിട്ടുള്ളത്. അവരെല്ലാവരും തന്നെ ഈ DCC ഓഫീസിനും എത്തിയിട്ടുണ്ട്. അല്പസമയങ്ങൾക്കകം DCC പ്രസിഡന്റ് ഇവിടേക്ക് എത്തും. അതിനുശേഷം ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാർ, മുൻ UDF ചെയർമാൻമാർ, മുൻ ജില്ലാ പ്രസിഡന്റുമാർ തുടങ്ങിയ ജില്ലയിലെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ആ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസിന്റെ വിവിധ ഭാരവാഹികളുമായി ഒരു അവസാനവട്ട വിശദീകരണം യോഗം നടക്കും. അതിനുശേഷം ഔദ്യോഗികമായി രാജി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നമുക്ക് സ്ഥിരീകരിക്കാനാവുന്ന വിവരങ്ങളുള്ളത്. ഏറെ ദിവസത്തെ പ്രതിഷേധങ്ങൾക്കും സംഘട്ടത്തിനും ഒടുവിലാണ് തൃശൂർ കോൺഗ്രസിനുള്ളിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മുരളീധരന്റെ പരാജയം ജില്ലയിലെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനങ്ങളെയെല്ലാം അടിമുടി ഒടിച്ചു കളഞ്ഞത് എന്ന് തന്നെ വ്യക്തമാക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ കർശന നടപടിയുമായി ദേശീയ നേതൃത്വവും KPCC നേതൃത്വവും ഒക്കെ ഇടപെട്ടിരിക്കുന്നത്. ജോസ് വള്ളൂർ രാജിവെക്കും എന്നുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും രാജി സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും നമുക്ക് മുൻപ് ലഭ്യമായിരുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ജോസ് വള്ളൂർ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടത്തിയ യാത്രയിൽ AICC സെക്രട്ടറി KC വേണുഗോപാലും അടക്കം നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാജിക്കത്ത് കൈമാറി. ദേശീയ നേതൃത്വത്തിൻ്റെ കൂടി നിർബന്ധത്തിന് വഴങ്ങിയാണ് രാജിക്കത്ത് നൽകിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും ഏറെ അനിശ്ചിതത്വങ്ങളായിരുന്നു ജില്ലയിലെ കോൺഗ്രസിൽ. തുടർച്ചയായി 5 ദിവസങ്ങൾ പോസ്റ്റർ പ്രതിഷേധം, അതിനുശേഷം DCC ഓഫീസിനുള്ളിൽ കയ്യാങ്കളി, മുരളീധരന്റെ പരാജയവുമായി ബന്ധപ്പെട്ട് ഇരു വിഭാഗങ്ങളായി ചേരി തിരിഞ്ഞുകൊണ്ടുള്ള ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, അത്തരത്തിൽ സംഭവബഹുലമായ ഒരാഴ്ചയിലൂടെയാണ് തൃശ്ശൂരിലെ കോൺഗ്രസ് കമ്മിറ്റി കടന്നുപോയത്. ജില്ലയിലുടനീളമുള്ള പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇത്തരത്തിൽ തോൽവിയുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തത്തിലുള്ള ആളുകൾക്കെതിരെ കർശന നടപടി എടുക്കണമെന്നുള്ളൊരു പൊതുവികാരം ഉണ്ടായിരുന്നു. ആ വികാരത്തെ കൂടി മാനിച്ചുകൊണ്ടാണ് ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, DCC ഓഫീസിൽ നടന്ന കയ്യാങ്കളിയിൽ പങ്കെടുത്ത DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറയും ഈ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തേക്കുമെന്നുള്ള വിവരങ്ങളുണ്ട്. അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുന്നതിന് മുന്നോടിയായി KPCC ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കും. ശേഷം കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് നടപടികളും ആലോചിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ സ്ഥിരീകരിക്കാനാവുന്ന വിവരം KPCCക്ക് ജോസ് വള്ളൂരും MP വിൻസെന്റും രാജിക്കത്ത് കൈമാറി. ഔദ്യോഗിക പ്രഖ്യാപനം DCCയിൽ നടക്കുന്ന മുതിർന്ന നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രവർത്തകരെ അറിയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. സേതു, ശരി ലെവിൻ, എന്താണെങ്കിലും മുരളീധരന്റെ പരാജയം തുടർന്നുണ്ടായ പോസ്റ്റർ പ്രതിഷേധം, കൂട്ടയടി, ഇതെല്ലാം അതിനുശേഷമുള്ള ദേശീയ നേതാക്കളുടെ ഇടപെടൽ, ഇതിനൊക്കെ പിന്നാലെ ഇതെല്ലാം ഒരു ക്ലൈമാക്സിലേക്ക് എത്തുകയാണോ എന്നുള്ള തരത്തിലെ ചർച്ചകൾ നടക്കുന്നു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും ഒപ്പം UDF ചെയർമാനും രാജിക്കത്ത് കൈമാറിയിട്ടുണ്ട്. KPCCക്ക് രാജിക്കത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഏറെക്കുറെ ഈ ഒരു വിവാദം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ദേശീയ നേതാക്കളുടെ ഇടപെടലോടെ നടക്കുന്നത് തൃശ്ശൂരിൽ. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.